കോഴിക്കോട് ഫറൂഖിൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്നവർ പിടിയിൽ. പ്രഭിത എന്ന സ്ത്രീയുടെ 1.5 പവൻ തൂക്കം വരുന്ന മാല പൊട്ടിച്ച 2 അംഗ സംഘമാണ് പിടിയിലായത്. തിരൂർ ആദവനാട് സ്വദേശി അനൂപ് സൽമാൻ, ആലുവ മാറമ്പള്ളി സ്വദേശി ശ്രീകുട്ടൻ എന്നിവരാണ് പിടിയിലായത്. അസ്ലം കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരും. അസ്ലം, എന്താണ് ഈ കേസിനാസ്പദമായ സംഭവം? പ്രതികളെ എപ്പോഴാണ് പിടികൂടിയത്? ഈ മാസം 24-ാം തീയതിയാണ് സംഭവം നടക്കുന്നത്. ഫറൂഖ് പെരുമുഖം പുതുവാട്ടുപാറ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ പ്രഭിത എന്ന് പറയുന്ന സ്ത്രീയുടെ 1.5 പവൻ വരുന്ന മാല മോഷ്ടിക്കുന്നത്. ആ സമയത്ത് തന്നെ ലഭിച്ച CCTV-യിൽ നിന്നും ഒരു സ്കൂട്ടറിലെത്തിയ 2 പേരാണെന്നും സ്കൂട്ടറിൻ്റെ നമ്പരുമൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു. അതനുസരിച്ച് അന്വേഷണം തുടർന്നു പോവുകയായിരുന്നു. അതേസമയം ഈ സ്കൂട്ടർ ജില്ല വിട്ടു പോയതായ വിവരങ്ങൾ ലഭിച്ചു. അങ്ങനെ മറ്റ് ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിച്ചപ്പോഴാണ് സമാനമായ കേസിൽ അറസ്റ്റായ 2 പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അവരിലേക്ക് പിന്നീട് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ ശ്രീകുട്ടൻ, അതോടൊപ്പം തന്നെ അനൂപ് സൽമാൻ, ഈ 2 പേരെയും പിടികൂടുന്നത്. ഇതേ മാസം ജൂൺ മാസം തന്നെ 9-ാം തീയതി എറണാകുളത്ത് തൃക്കാക്കര വെച്ചിട്ട് ഈ 2 പേരും ഇതേ സ്കൂട്ടറിൽ വെച്ചിട്ട് മറ്റൊരു സ്ത്രീയുടെ മാല പൊട്ടിക്കാൻ ശ്രമം നടത്തിയിരുന്നു. സ്ത്രീ വീഴുന്നതോടുകൂടി മാല കിട്ടിയില്ല. അങ്ങനെ അവർ രക്ഷപ്പെടുകയായിരുന്നു. അതിലും ഇവർക്കെതിരെ കേസുണ്ട്. ആ സമയത്തും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അങ്ങനെ നിരവധി കേസുകൾ, ഈ മാല പൊട്ടിക്കൽ മാത്രമല്ല കഞ്ചാവ് കൊണ്ടുവന്ന കേസിലാക്കി 2 പേര് പ്രതികളായിരുന്നു. അങ്ങനെ ഒരു ഏകദേശം 70ഓളം കേസുകൾ ഇവർക്കെതിരെ ഉണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഫറൂഖ് പോലീസാണ് ഇവരെ തിരൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് നിന്ന് പിടികൂടിയത്. ഇപ്പോൾ ഇവരെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്.